കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പണ്ട് പല പ്രാവശ്യം അശരീരികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ്, ഇപ്പോഴും പലതും നടക്കുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ ഭഗവാന്റെ നടയിൽ നിന്ന് നേരിട്ട് അശരീരി കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു കഥ ഞാൻ പറയാം. ഇതൊക്കെ അനുഭവ കഥകളാണ്. ഗുരുവായൂർ അമ്പലത്തിലുണ്ടായ അത്ഭുതങ്ങളാണ്. നെന്മണി നമ്പൂതിരിയായിരുന്നു ഗുരുവായൂരപ്പനെ പൂജിച്ചിരുന്നത് പണ്ട് കാലത്ത്. അപ്പോൾ അന്ന് പൂജിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് ഒരു 12 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ മോനോട് പറഞ്ഞു, ഇന്നത്തെ നിവേദ്യം മോൻ കൊടുക്കൂ കേട്ടോ ഗുരുവായൂരപ്പന്. അപ്പോൾ കുട്ടി സമ്മതിച്ചു. ചോറാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് കുട്ടി വന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രതിമയുടെ അടുത്ത് ഈ ചോറ് കൊണ്ട് കൊടുത്തു. കഴിക്കാൻ പറഞ്ഞു. ഈ ചോറിൻ്റെ ഒപ്പം കുട്ടി കുറച്ച് ഉപ്പുമാങ്ങയും തൈരും ഒക്കെ ഒപ്പിച്ചു. കാരണം ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം കുട്ടികൾ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ. അതുപോലെ കണ്ണനും കുറച്ച് ഉപ്പുമാങ്ങയും തൈരൊക്കെ അടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുത്തു. പക്ഷേ കണ്ണ് ഇത് കഴിക്കാനായിട്ട് നോക്കണില്ല. കുട്ടി ഇത് കൊടുക്കണുണ്ട്. പക്ഷേ കണ്ണന് തീരെ താല്പര്യമില്ലാത്ത പോലെ. കണ്ണ് അനങ്ങണില്ല. കുട്ടിക്ക് അറിയില്ലല്ലോ, കുട്ടി നിഷ്കളങ്കനല്ലേ. കുട്ടിയുടെ വിചാരം ഈ വിഗ്രഹം ഇത് കഴിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾക്കല്ല അറിയുള്ളൂ, പ്രായമായവർക്കല്ല അറിയുള്ളൂ, വിഗ്രഹം അത് സൂക്ഷ്മ രൂപത്തിലാണ് സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ കുട്ടി അത് വീണ്ടും കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. പല രീതിയിൽ കുട്ടി ശ്രമിക്കുന്നുണ്ട്. ആദ്യം കുറേ ഇതൊന്ന് കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞു നോക്കി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് തുടങ്ങി. കഴിക്കാനല്ലേ പറഞ്ഞത്. അവസാനം കുട്ടിക്ക് മനസ്സിലായി ഒരു രക്ഷയില്ല. അപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. ഇന്ന് എനിക്ക് അച്ഛനെ നിന്ന് ചീത്ത കേൾക്കും. അച്ഛൻ പറഞ്ഞത് ഇത് കഴിപ്പിക്കണം എന്നാണ് എന്നോട്. ഇന്ന് ഈ നിവേദ്യം ഭഗവാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് അച്ഛനെ നിന്ന് ചീത്ത കേൾക്കും. കുട്ടി ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഗുരുവായൂരപ്പനെ സഹിച്ചില്ല. പെട്ടെന്ന് തന്നെ ആ നിവേദ്യം അപ്രത്യക്ഷമായി. ആ നിവേദ്യം ഭഗവാൻ സ്വീകരിച്ചു. കുട്ടിക്ക് വേണ്ടി ഭഗവാൻ അത് കഴിച്ചു. പിന്നീട് കുട്ടി സന്തോഷമായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് മനസ്സിലായത്, വാര്യർ എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വച്ചിരുന്നതാണ് ആ നിവേദ്യമെന്ന്. അപ്പോൾ വാര്യർ കുട്ടിയോട് ചോദിച്ചു, ഇതെന്താ ഈ നിവേദ്യം, എവിടെ വെച്ചത്, ഈ ചോറ് എന്തു ചെയ്തു? അത് ഗുരുവായൂരപ്പൻ കഴിച്ചു. കുട്ടി പറഞ്ഞു, ഗുരുവായൂരപ്പൻ ഈ നിവേദ്യം കഴിക്കുക അത് നടക്കില്ല, നീ തന്നെയാവും കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല, എന്നെ അങ്ങനെ പറയരുത്, ഇത് ഗുരുവായൂരപ്പൻ തന്നെ കഴിച്ചതാണ്. അപ്പോൾ വാര്യർക്ക് ദേഷ്യം വന്ന കുട്ടിയുടെ അച്ഛനോടൊക്കെ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നെന്മണി നമ്പൂതിരിക്ക് ദേഷ്യം വന്ന് കുട്ടീനെ അടിക്കാൻ തുടങ്ങി. വാര്യർ എടുത്ത് വെച്ചത് എന്തിനാ നീ എടുത്ത് കഴിച്ചത്? ഇത് കഴിച്ചു നീയല്ലേ കഴിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിഗ്രഹത്തിൽ നിന്ന് ഒരു അശരീരി വന്നു. കുട്ടി ഒന്നും പറയണ്ട, കുട്ടി നിഷ്കളങ്കനാണ്, ആ നിവേദ്യം കഴിച്ചത് ഞാനാണ് തെറ്റുകാരനെന്ന് ഗുരുവായൂരപ്പൻ ഏറ്റു പറഞ്ഞു. ഇങ്ങനെ ഒരു അത്ഭുതം ഗുരുവായൂർ അമ്പലത്തിൽ സംഭവിച്ചതായി പറയപ്പെടുന്നു. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് എൻ്റെ കേട്ടറിവിൻ്റെയും പഴയ കാലങ്ങളായിട്ട് കേട്ടറിവിൽ വന്ന എന്തെങ്കിലും ഒരു ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ അതും ക്ഷമിക്കുക. എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കേട്ടുകേൾവി ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.